ബേഥനിയിലെ ശാന്തമായ ഗ്രാമത്തിൽ സ്നേഹനിധികളായ 3 സഹോദരങ്ങൾ താമസിച്ചിരുന്നു: മാർത്ത, മറിയ, അവരുടെ സഹോദരൻ ലാസർ. അവർ യേശുവിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർ അവനിൽ ആഴമായി വിശ്വസിച്ചു. ഒരു ദിവസം ലാസർ വളരെ രോഗിയായി. അവന്റെ സഹോദരിമാർ വളരെയധികം വിഷമിച്ചതിനാൽ യേശുവിനെ കണ്ടെത്തി വാർത്ത അറിയിക്കാൻ ഒരു ദൂതനെ അയച്ചു. കർത്താവേ, നീ സ്നേഹിക്കുന്നവൻ രോഗിയാണ് എന്ന അടിയന്തര സന്ദേശം വഹിച്ചുകൊണ്ട് ദൂതൻ പൊടി നിറഞ്ഞ വഴികളിലൂടെയും കുന്നുകളിലൂടെയും യേശുവിന്റെ അടുക്കലേക്ക് സഞ്ചരിച്ചു. യേശു ആ സന്ദേശം കേട്ടപ്പോൾ ലാസറിന്റെ രോഗം മരണത്തിൽ അവസാനിക്കില്ലെന്നും ദൈവമഹത്വത്തിനായി അത്ഭുതകരമായ എന്തെങ്കിലും സംഭവിക്കുമെന്നും അവൻ ശാന്തമായി ശിഷ്യന്മാരോട് പറഞ്ഞു. തന്റെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടായിരുന്നിട്ടും യേശു അവിടെ തന്നെ 2 ദിവസം കൂടി താമസിച്ചു. കൂട്ടുകാരെ സഹായിക്കാൻ അവർ തിരക്കുകൂട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശുവിന് ശരിയായ സമയം അറിയാമായിരുന്നു. ലാസർ ഉറങ്ങിപ്പോയി എന്നും താൻ അവനെ ഉണർത്താൻ പോകുകയാണെന്നും അവൻ അവരോട് പറഞ്ഞു. യേശു ബേഥാനിയിൽ എത്തിയപ്പോഴേക്കും ലാസർ മരിച്ചിരുന്നു. അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തിട്ട് 4 ദിവസമായി. ഗ്രാമം ദുഃഖത്താൽ നിറഞ്ഞിരുന്നു. മാർത്തയും മറിയയും ആശ്വസിപ്പിക്കാൻ പലരും എത്തിയിരുന്നു. യേശു വന്നിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ മാർത്ത അവനെ കാണാൻ ഓടി. മറിയ തന്റെ സുഹൃത്തുക്കളോടൊപ്പം കരഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നു. യേശുവിന് തന്റെ സഹോദരനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് മാർത്ത വിശ്വസിച്ചു. പക്ഷേ അദ്ദേഹം എത്തിയപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. മാർത്തയുടെയും മറിയയുടെയും കണ്ണുനീരും ചുറ്റുമുള്ള എല്ലാവരുടെയും ദുഃഖവും യേശു കണ്ടു. അവന്റെ ഹൃദയം ആഴത്തിൽ വേദനിച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവന് അറിയാമായിരുന്നിട്ടും യേശു അവരോടൊപ്പം കരഞ്ഞു.